UDF ഭരണസമിതിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മെമ്പർമാർ എടക്കരയിൽ ബോർഡ് യോഗം ബഹിഷ്കരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബോർഡ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ നടപ്പാക്കുന്നതിൽ കാലതാമസം നേരിടുന്നു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റിംഗ് കമ്പോസ്റ്റ് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. മലയോര ഹൈവേയുടെ എടക്കര ഗ്രാമപഞ്ചായത്ത് അതിരിടുന്ന ഭാഗത്ത് റോഡിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുവാൻ തയ്യാറാവുന്നില്ല. പോലീസ് സ്റ്റേഷൻ ബൈപ്പാസ് റോഡിന് 2023 സർക്കാർ ഫണ്ട് അനുവദിച്ച പ്രവൃത്തി സ്ഥല ഉടമകളുമായുള്ള തർക്കം പരിഹരിക്കുന്നതിലെ വീഴ്ച, ജലജീവ മിഷന് വേണ്ടി പൊളിച്ച ഭാഗം, റോഡ് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിൽ കാലതാമസം, പഞ്ചായത്തിലെ പുതിയ റോഡുകൾ തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം ബോർഡ് യോഗം ബഹിഷ്കരിച്ചത്. നിലവിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ത്രിതല പഞ്ചായത്തും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ മാലിന്യ പ്രശ്നം. അപ്പോൾ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് 24-25 സാമ്പത്തിക വർഷത്തിൽ എല്ലാ ഗുണഭോക്താക്കൾക്കും റിംഗ് കമ്പോസ്റ്റ് എന്ന ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് വെക്കുകയും, എന്നാൽ ഈ സമയം വരെ ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി എന്ന നിലയിലും അതിൻ്റെ ഉദ്യോഗസ്ഥർ എന്ന നിലയിലും അത് ടെൻഡർ ചെയ്യുകയോ അതിൻ്റെ തുടർ നടപടികളോ ചെയ്തിട്ടില്ല. അത് വലിയ രൂപത്തിലൊരു പോരായ്മയായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഭരണസമിതി യോഗത്തിൽ കണ്ടിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മുടെ എടക്കര ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി സ്വയം തൊഴിൽ പദ്ധതി എന്ന നിലയിൽ അത് എടുക്കാൻ താല്പര്യമുള്ള കുറേ വ്യക്തികളും ഗുണഭോക്താക്കളുമുണ്ട്. എന്നാൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ അതിന് വേണ്ട അപേക്ഷകൾ ഗ്രാമസഭയിൽ നിന്ന് മുഴുവനും ശേഖരിക്കുകയും, എന്നാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രക്രിയ വരുന്ന സമയത്ത് അത് നടക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പുതിയ ഭരണസമിതി വരണമെങ്കിൽ 2-2.5 മാസം കഴിഞ്ഞാൽ പുതിയ ഭരണസമിതി വരിക. അപ്പോഴത്തേക്ക് തീർക്കേണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ നടത്താൻ വേണ്ടിയിട്ട് UDFിന്റെ ഭരണസമിതിക്ക് അത് കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ ഇന്ന് ബോർഡിൽ ഉന്നയിച്ച് ബോർഡ് ബഹിഷ്കരിച്ച് ഇറങ്ങി വന്നിട്ടുള്ളത്. LDF മെമ്പർമാരായ P. മോഹനൻ, സനിൽ പാർലി, സന്തോഷ് കപ്രാട്ട, വില്യംസ് പാണ്ടലത്ത്, KP ജബ്ബാർ, അജി സുനിൽ, റസിയ തോണ്ടിയിൽ എന്നിവർ സംസാരിച്ചു. അവളുടെ മനമറിയും പരിണയമായി നീയാകെ കസവണിയും പുലരി വരുമ്പോൾ മിഴികളിൽ അവൾ എഴുതി പുതിയ കിനാവായി അദ്യാനുരാഗത്തിൻ വർണ്ണവസന്തം. ഈ അഴകേഴും ഇഴ ചേർന്നു നെയ്തിടുന്നു മോഹം. അവളുടെ മനമറിയും പരിണയമായി. Designs your identity, defines your beauty. Colors Wedding Castle, എടക്കര. ഇനി നിറമണിയട്ടെ ആഘോഷങ്ങൾ.